ജോബ് 42:12, യോബിൻ്റെ ബുക്കിൽ നിന്ന് 42:12. ഇങ്ങനെ യഹോവ യോബിൻ്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. God blessed Job's latter days, making them more prosperous than the earlier days. Haggai 2:9. The prophet Haggai prophesies that the glory of the latter temple will be greater than the former, signifying the future of greater prosperity and peace. അതായത് the latter days of Job is more prosperous than the earlier life. എന്താ പറയാൻ കാരണം? ഇത് ദൈവമക്കൾ പ്രായം ചെന്നിട്ട് കർത്താവിന് വേണ്ടി ജീവിച്ചവർക്ക് ഒരു പ്രതിഫലം തരാതെ ദൈവം വിളിച്ചുകൊണ്ട് പോകൂല. നീതിമാന്മാർ യഹോവയിൽ സന്തോഷിക്കും. നീതിമാൻ്റെ സന്തതി അവൻ ഭക്ഷണത്തിന് വേണ്ടി ഇരക്കത്തില്ല. അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ. യഹോവ ഭക്തനായ പുരുഷനാര് അവൻ്റെ പ്രവൃത്തിയുടെ ഫലം അവൻ അനുഭവിക്കും. അവൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. അവൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റുമുള്ള ഒലിവ് വൃക്ഷങ്ങൾ. സിയോനിൽ നിന്ന് ദൈവം അവനെ കൈ ഉയർത്തി അനുഗ്രഹിക്കുന്നു. പിന്നെ മക്കളെ നീ കാണും. ഇതൊക്കെ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾ തരാൻ ദൈവം ആഗ്രഹിക്കുമ്പം നമ്മൾ പറയുമോ ഇനി എന്ത് ജീവിക്കാനോ, ഇത്രയൊക്കെ ആയില്ലേ, എല്ലാം നേടിയില്ലേ. അതേസമയം അടുത്ത തലമുറകളുടെ അനുഗ്രഹം നമ്മുടെ അവകാശമാണ്. ഇറ്റ്സ് മൈ റൈറ്റ്. അതിൽ ദുഷ്ടൻ കൈകടത്താൻ ഒക്കത്തില്ല. പറയണം. യോബിനെ നോക്കി പഠിക്കണം. യോബിന് എന്തെല്ലാം പ്രശ്നം ഉണ്ടായിട്ടും സകല സുഖങ്ങളും അനുഗ്രഹങ്ങളും മക്കളും ആടുമാടുകളും എല്ലാ ജോലിക്കാരും ഉണ്ടായിരുന്ന യോബിനെ പിശാച് ദൈവത്തോട് ചോദിച്ചിട്ട് പരീക്ഷിച്ചപ്പോൾ ദൈവം അനുവദിച്ചിട്ട് സകലത് നഷ്ടപ്പെട്ടു. മക്കൾ നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ട യോബ് ഒരിക്കൽ പോലും ദൈവത്തിന് എതിരായിട്ട് സംസാരിക്കുന്നില്ല. നമുക്ക് യോബിൻ്റെ ബുക്കിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം യോബ് എല്ലാം ഉൾക്കൊള്ളുകയാണ്. ഈ സ്ത്രീ അവൻ്റെ ഭാര്യ തന്നെ പറയുന്നുണ്ട്, എന്തിനാണ് ഈ ദൈവത്തെ വിളിക്കുന്നത്? ഈ ദൈവം എന്താ നിനക്ക് ചെയ്തിരിക്കുന്നത്? ഈ ബുക്ക് ഓഫ് യോബ് എന്ന് പറയുന്നത് ആക്ച്വലി ഉൽപ്പത്തിയിൽ ജനസിസ് കഴിഞ്ഞ ഉടനെ എഴുതേണ്ട ബുക്കാണ്. അത്ര പഴക്കമുള്ളതാണ്. ഈ പർപ്പസ് ഓഫ് റൈറ്റിംഗ് ദിസ് ബുക്ക് ഓഫ് ജോബ് ഇസ് ടു ഷോ ദാറ്റ് ഗോഡ് ഈസ് ഇൻ സോവറിൻ കൺട്രോൾ. നമ്മൾ ഓരോ പ്രശ്നം വരുമ്പം പ്രശ്നത്തിന് പ്രാധാന്യം കൊടുക്കും, പിശാചിന് പ്രാധാന്യം. അതിനൊന്നും ഒരു കാര്യം ഒരു വിലയില്ല. പിശാച് ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം ചോദിക്കുമായിരുന്നു, എന്താ നിൻ്റെ കണ്ണ് യോബിൻ്റെ മേൽ വീണോ? അതെന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? എന്നൊക്കെ പിശാച് ചെയ്താലും അതിനെക്കാട്ടിൽ ഉപരിയായ ഒരു ശക്തനാണ് ദൈവം കൊടുത്ത ശക്തിയെ പിശാചിനുള്ളെന്നും ദൈവം അനുവദിച്ചാലേ പ്രശ്നം വരത്തുള്ളെന്നും ദൈവം അനുവദിച്ച പ്രശ്നം തിരിച്ചെടുത്ത് മാറ്റാനും അനുഗ്രഹിക്കാനും കഴിവുള്ള ദൈവം നമ്മൾ യോബിൻ്റെ ബുക്ക് വായിക്കുമ്പോൾ പഠിക്കുന്നു. അപ്പം ലാറ്റർ ഡേയ്സ് ഓഫ് ജോബ്, ലാറ്റർ ഡേയ്സ് എന്ന് വെച്ചാൽ പിൽക്കാല ജീവിതം. എപ്പോഴേ പരീക്ഷണം കഴിഞ്ഞ് മക്കൾ നഷ്ടപ്പെട്ടു, ജോലിക്കാർ പോയി, എല്ലാം 3 കൂട്ടുകാരുണ്ട്. അവർ വന്ന് ഒരാഴ്ചയോളം യോബിൻ്റെ കൂടെ ഇരുന്നു. ഇപ്പം നമുക്കൊരു കഷ്ടകാലം വന്നാൽ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് താമസിക്കൂ. നമുക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ ആളുകൾ പറയും അവരുടെ വീട്ടിൽ പോകരുതെന്ന് പറയും. പക്ഷേ യോബിൻ്റെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. എത്ര കുറ്റം പറഞ്ഞാലും അവർ 3 പേരും വന്ന് എപ്പോഴൊക്കെ വർത്താനം, ബാക്കി സമയം 7 ദിവസം അവർ യോബിൻ്റെ കൂടെ ഇരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരിക്കുകയാണ്. അത് ദൈവം ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്തു. ഈ പരീക്ഷണം എല്ലാം കഴിഞ്ഞിട്ടാണ് ദൈവം തമ്പുരാൻ യോബിന് ഇരട്ടിയായിട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് വായിച്ചു നോക്കാം. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു നീ പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു. സ്നേഹിതന്മാർ ദൈവത്തിന് ഉചിതമായത് സംസാരിച്ചില്ല, യോബിന് കംഫർട്ട് കൊടുത്തില്ല. അവൻ പറഞ്ഞു അവർക്ക് വേണ്ടി. എന്നിട്ടും ദൈവം പറഞ്ഞു നീ യോബിനോട് പറഞ്ഞു നീ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നൊക്കെ യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. ഇതൊരു ദൂതാണ്. ആർക്കാണ് വരുന്നത്? ദൈവത്തിന് വേണ്ടി ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് 65-70 വയസ്സ് വരെ നിന്നിട്ട് ചില കാര്യങ്ങളിൽ പ്രതിഫലം കിട്ടിയിട്ടില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാ വിളിച്ചു പറയുന്നു, യുവർ ലാറ്റർ ഡേയ്സ് ആർ ബെറ്റർ ദാൻ ദ ഫോർമർ ഡേയ്സ്. എൻ്റെ ഇനിയുള്ള കാലം ഇതുവരെയുള്ള കാലത്തെക്കാട്ടിലും നല്ലതായിരിക്കും. റിസീവ് ഇറ്റ്, ടേക്ക് ഇറ്റ്. നമ്മുടേതായിട്ട് എടുക്കുക. ഒരു ദൂത് വന്ന് കൊള്ളുകയാണ് നമ്മുടെ മേലേക്ക്. ഇതൊരു പുതപ്പ് പോലെ അയക്കുക, അത് വന്ന് വീഴുകയാണ് നമ്മുടെ മേൽ.
അത് എനിക്കുള്ളതാണ്, ഞാനത് ഏറ്റെടുക്കും. ഞാൻ കാണും, എൻ്റെ സന്തതിയുടെ സന്തതികളെ ഞാൻ കാണും. അത് നമ്മുടെ അവകാശമാണ്. ചോദിക്കണം. ദുഷ്ടൻ നമുക്ക് അനുഗ്രഹം വരുന്നതിന് പല വഴികൾ അടയ്ക്കാൻ നോക്കും. പക്ഷേ അവന് ആരടാ എന്ന് ചോദിക്കാനുള്ള ബലം ഉണ്ടാണ്. അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവൻ്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥവും കുറിച്ച് അവർ അവനോട് സഹതാപങ്ങൾ. ഇതെല്ലാം അന്ത്യകാലമാണ്, അവസാനമാണ്. അപ്പം നമ്മളോട് പിണങ്ങിയിരിക്കുന്നവരൊക്കെ തിരിച്ചു വരാൻ പോകുന്ന കാലമായി. വെയിറ്റ് ചെയ്തോ, വരുന്നുണ്ട്. ഓരോരുത്തരും അവന് ഓരോ പൊന്നാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു. ആർക്കറിയാം? അന്ന് പൊന്നാണ്യവും പൊന്നും. ഇന്നിപ്പം കാറും കൊണ്ടായിരിക്കും വരുന്നത്. ആർക്കറിയാം? വാങ്ങിച്ചെടുത്തോളി. ദൈവം പറയുമ്പോൾ ഇതൊക്കെ വരുമെന്ന്. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൽക്കാലത്ത് അവൻ്റെ മുൻകാലങ്ങളെക്കാൾ അധികം അനുഗ്രഹിച്ചു. ദൈവം ഒരാളെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിച്ചത് തന്നെ. എങ്ങനെ അനുഗ്രഹിച്ചെന്നിട്ട് ഇതോടെ വായിച്ചേപ്പിക്കാം. അവന് 10,000 ആട്. 10,000 ആടെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല. അത് നമുക്ക് തമിഴ്നാട്ടിൽ കുറച്ച് സ്ഥലമുണ്ട്. നമ്മളൊരു 100 ആടിനെ വളർത്താൻ നോക്കി. എൻ്റെ പൊന്നെ എന്നാ കഷ്ടപ്പാടാന്നായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നപ്പ ഇതിനെങ്ങാനും വിറ്റേജ് വേറെ വല്ല ജോലി നോക്കാമെന്ന് പറഞ്ഞു. ഇത് 10,000 ആട്, 6,000 ഒട്ടകം, 1000 ഏറുകാള, 1000 പെൺകഴുതകൾ ഉണ്ടായി. കൊടുക്കുകയാണ്. ദൈവം കൊടുക്കാൻ പറഞ്ഞ അളവില്ല. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരുമുണ്ട്. പുത്രന്മാരുടെ നമ്പറും പുത്രിയുടെ 10 നമ്പറായിരുന്നു. സെയിം ആയിരുന്നു പണ്ടും. മൂത്തവൾക്ക് അവൻ യമീമ എന്നും, രണ്ടാമത്തവൾക്ക് കെസിയ എന്നും, മൂന്നാമർക്ക് കേരൻ ഹപ്പൂർ എന്നും പേർ വിളിച്ചു. യോബിൻ്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അവരുടെ അപ്പൻ അവരുടെ ആ സഹോദരന്മാരോടുകൂടെ അവർക്ക് അവകാശം കൊടുത്തു. സ്ത്രീകൾക്ക് അവകാശം കൊടുത്തേ, ആദ്യ തൊട്ടേ കൊടുത്തേ. വെറുതെ സ്ത്രീകൾക്ക് അവകാശം ഇല്ലെന്നൊക്കെ പറയുന്ന കള്ളമാണ്. ഇത് ഉൽപ്പത്തി കഴിഞ്ഞ് വരേണ്ട പുസ്തകമാണ്. അന്ന് തൊട്ട് സ്ത്രീകൾക്ക് അവകാശം ദൈവം കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ മിസ്യൂസ് ചെയ്തതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവർക്ക് അതിൻ്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. എന്ത് മനോഹരമല്ലേ! ദൈവത്തിൻ്റെ മക്കളാകുന്ന, ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന മക്കൾ കൊടുക്കുന്ന പ്രതിഫലം ചെറുതൊന്നുമല്ല. ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അത് നിശ്ചയമാണ്. അപ്പച്ചന് തെറ്റ് പറ്റത്തില്ല. കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റിലൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ യു വിൽ സീ ഇറ്റ്. വാങ്ങിച്ചെടുക്കണം. യോബിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം ആദ്യകാലങ്ങളിൽ അങ്ങേയറ്റം സമൃദ്ധി ഉണ്ടായിരുന്നു. പിന്നെ കഷ്ടം വന്നു. കഷ്ടം വന്നപ്പം സ്വന്തം ഭാര്യ പോലും ഈ ദൈവത്തെ മറക്കാൻ പറഞ്ഞു. പക്ഷേ യോബ് പറഞ്ഞു, നീ എന്നെ പൊട്ടിയെപ്പോലെ സംസാരിക്കുന്നത്. ദൈവം വിശ്വസ്തനാണ്. എത്രയോ ഭവനങ്ങളിൽ ചിലപ്പം ഭർത്താക്കന്മാരായിരിക്കും കഷ്ടങ്ങളിൽ കൂടെ പോയിട്ട് കുടുംബം പൊക്കിക്കൊണ്ടുവന്ന് എന്തെനിക്കൊരു ഗുണമില്ലെന്ന് ചിന്തിക്കും. ദൈവം പറഞ്ഞില്ല, ഞാൻ അറിയുന്നു. ചിലയിടത്ത് അമ്മമാരായിരിക്കും മൗനമായിട്ടിരുന്ന് വേദനിക്കുന്ന മക്കളെക്കുറിച്ച്. ദൈവം പറഞ്ഞു, ഞാൻ അറിയുന്നു നിൻ്റെ വേദന. നിൻ്റെ പിൽക്കാലം, അതായത് നിൻ്റെ വരാൻ പോകുന്ന കാലം മുൻകാലങ്ങളെക്കാട്ടിലും അനുഗ്രഹമാണ്. അത് തന്നെയാണ് ഹഗായി നമ്മൾ വായിക്കുന്നത്. ഹഗായിയില്ലാത്ത ടെമ്പിൾ ഉണ്ടാക്കിയപ്പോൾ അന്ന് ടെമ്പിൾ ഇടിഞ്ഞുപോയി. സലോമോൻ്റെ കാലത്തുണ്ടായിരുന്ന ആലയം ഇടിഞ്ഞുപോയി. പക്ഷേ ഇവർ യഹൂദന്മാരെല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി ആലയം പണിതു. പക്ഷെ ആലയം പണിത് കഴിഞ്ഞപ്പം ഒരു കൂട്ടത്തിന് വലിയ സന്തോഷമായി. പക്ഷെ പണ്ടുള്ള പ്രായമുള്ളവർക്ക് സങ്കടമായിപ്പോയി. കാരണം ശലോമോൻ്റെ ആലയം നോക്കുമ്പം ഇതൊന്നുമില്ല. ശലോമോൻ്റെ ആലയം സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും രത്നം കൊണ്ടും മുത്തുകൊണ്ടും ഉണ്ടാക്കിയതാണ്. ഇതിനത്രയും ഭംഗിയില്ല. പക്ഷേ ആത്മീയ ഗോളത്തിൽ ദൈവം പറഞ്ഞു, ദ ഗ്ലോറി ഓഫ് ദ ലാറ്റർ ടെമ്പിൾ വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ഫോർമർ, സിഗ്നിഫൈങ് ദ ഫ്യൂച്ചർ ഓഫ് ഗ്രേറ്റർ പ്രോസ്പെരിറ്റി ആൻഡ് പീസ്. അതായത് ഇത് ശലോമോൻ്റെ കാലത്ത് പണിത ടെമ്പിള് അന്ന് ലോകപ്രകാരമായ മഹത്വം കാണിച്ചെങ്കിലും ഹഗായി പറയുമ്പോൾ ആ വീണ്ടും ടെമ്പിൾ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നപ്പം പുതിയൊരു ചൈതന്യം ഇട്ടുകൊടുത്തു. നമ്മളുടെ ജീവിതത്തിൽ ദൈവം നല്ല മനോഹരമായിട്ട് തൻ്റെ ഛായയിലും തൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചവരാണ്. പക്ഷെ പാപം ചെയ്ത് ദൈവ തേജസ് നമ്മളിൽ നിന്ന് മാറിപ്പോയി. എപ്പോഴെങ്കിലും ക്രിസ്തുവിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇൻ റിട്രോസ്പെക്ട്, ലീഗലി ഒരു ടേമാണ്. ഇൻ റിട്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ നഷ്ടപ്പെട്ടതെല്ലാം കൂടെ ഒന്നിച്ചു കൊടുക്കാൻ പറയും. അത് നമ്മുടെ ഈ മോട്ടോർ ആക്സിഡൻറ്റ് കേസസിലൊക്കെ ഇതുവരെ നഷ്ടപ്പെട്ടത് ഒന്നിച്ചു കൊടുക്കാൻ പറയും.
അതുപോലെയാണ് ദൈവം. ഇതുവരെ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കുക. നിന്നോട് പിണങ്ങി നിൽക്കുന്നവർ നിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തും, നിന്നോട് മുട്ടുകുത്തും. അത് ദൈവം തരുന്ന വാഗ്ദത്തമാണ്. വിശ്വസ്തനായ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് പറയുന്നെങ്കിൽ അവൻ്റെ വാഗ്ദത്തങ്ങൾ അവൻ്റെ പേരിന് ഉപരിയായിട്ട് മാനിക്കുന്ന ദൈവം പറയാണ്, നിൻ്റെ വാർദ്ധക്യം അനുഗ്രഹമായിരിക്കും. അതിനകത്ത് ഒത്തിരി മോറൽസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് കിടക്കുന്നില്ല, വേറൊരു ദിവസം പറയാം. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് മനസ്സിലാക്കണം, ദി അൺവേവറിങ് ട്രസ്റ്റ് ഇൻ ഗോഡ്. യോബിന് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം. യോബ് അവസാനം പറയുന്നുണ്ട്, 42 പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ നിന്നെക്കുറിച്ച് കേട്ടതേ ഉള്ളായിരുന്നു, ഇപ്പോഴോ ഞാൻ നിന്നെ നേരിട്ട് കണ്ടിരിക്കുന്നു. നേരിട്ട് കാണണ്ടേ ഈ ദൈവത്തെ? എങ്ങനെ കാണും? വേദപുസ്തകത്തിൽ കൂടെ. നമ്മൾ പുതു സൃഷ്ടികളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. അനുഗ്രഹം വാങ്ങിച്ചെടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നല്ലവനായ ദൈവമേ, യോബിൻ്റെ വാർദ്ധക്യത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചപ്പോൾ സകലതും ഇരട്ടിയാക്കി കൊടുത്ത് 10 മക്കൾ മരിച്ചെടുത്ത് വീണ്ടും 10 മക്കളെ കൂടെ, അപ്പോൾ 20 പേര്. ആദ്യത്തേത് പോയി, അവർ സ്വർഗത്തിൽ. 10 മക്കളും പിന്നെ 10 കൂടെ. 3 പെൺമക്കൾ അതിസൗന്ദര്യമുള്ളവർ, 7 ആൺമക്കൾ, പിന്നെ ഒട്ടകങ്ങൾ, ആടുമാടുകൾ, ജോലിക്കാർ, സകല സൗകര്യങ്ങളും കൊടുത്ത് മഹാധനികനായിട്ട് 140 വർഷം 4 തലമുറ കണ്ട് ജീവിക്കാൻ വീണ്ടും അനുവാദം കൊടുത്തു. ഇതൊക്കെ ഭാഗ്യ പദവികളാണ്. ദൈവമേ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്തിനാണ് ദൈവത്തെ വിളിച്ചതെന്ന് ചോദിക്കുന്ന ചിലർ കാണും. കഷ്ടങ്ങൾ വരുമ്പം ദൈവത്തെ മറക്കുന്നവർ കാണും. ദൈവം എന്നെ സഹായിച്ചില്ല എന്ന് പറയുന്ന മക്കൾ കാണും. പക്ഷേ തക്ക സമയത്ത് കർത്താവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ യോബ് പറഞ്ഞതുപോലെ, നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിരുന്നു. നേരിട്ട് അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കണം. നിസ്സമയം തന്നെ അവിടുന്ന് നേരിട്ട് കടന്നു ചെന്ന് നിൽക്കണം. ഭിത്തികൾക്കകത്ത് കടന്നു ചെല്ലാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് സാധിക്കുമല്ലോ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചെന്ന് തൊടാൻ അവിടുത്തേക്ക് സാധിക്കുമല്ലോ. അവിടുന്ന് ചെന്ന് തൊടണം. ദേഹം ദേഹി ആത്മാവിൽ ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിവുള്ളവനായ ദൈവമേ, നിൻ്റെ പ്രതിച്ഛായയായിട്ട് ഞങ്ങളുടെ തലമുറകളെ ആക്കിയെടുക്കണം. ഞങ്ങളെ കാണുന്നവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതിയെന്ന് വിളിച്ചു പറയാനിടയാകട്ടെ. പക്ഷേ വടക്കിനോട് തടുത്തു വെക്കരുത് എന്നും തെക്കിനോട് കൊടുക്കേ എന്നും പറയുന്ന ശബ്ദം ഇതാ കടന്നു വന്നിരിക്കുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.